ഹലോ ഗേസ്, വെൽക്കം ടു അവർ വീഡിയോ. അപ്പം ഞങ്ങൾ ഇന്ന് പ്ലെയിൻ ജേർണിയാണ്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റു, 8 മണിക്ക് എഴുന്നേറ്റു. എൻ്റെ അനിയൻ 8 മണിക്ക് എഴുന്നേറ്റു, ഞാൻ 7 മണിക്ക് എഴുന്നേറ്റു. അപ്പോൾ കുറേ സ്ഥലത്ത് കറങ്ങാൻ പോകുവാണ് ഞങ്ങൾ. അപ്പോൾ അനിയൻ ഹായൊക്കെ തരുന്നുണ്ട്. ഞാനപ്പോൾ അവന് വീഡിയോയിൽ വരാനൊന്നും ഇഷ്ടമല്ല, പക്ഷെ അവൻ എന്നാലും വരും. ട്ടോ ഗൈസ്. അപ്പോൾ അനിയൻ തവളച്ചിനൊക്കെ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാലയൊക്കെ വലിച്ചു പൊത്തിക്കുവാണ്. അപ്പം ഞാൻ ചാർജ് കുത്തിയിടാൻ പോവാണ്, കാരണം ഫോണിന് ചാർജില്ല. അപ്പം ഞാൻ അത് കുത്തിയിടാൻ വേണ്ടി നേരെ റൂമിനകത്ത് പോകുവാണ്. കുത്തിയിട്ടിട്ട് വേണം വീഡിയോ എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ചാർജ് തീർന്നാൽ പിന്നെ സീനാകും ഗൈസ്. അപ്പം ഗൈസ്, നമ്മൾ പോകാൻ വേണ്ടി റെഡിയാവാൻ പോകുവാണ്. അപ്പോൾ ചായയൊക്കെ കുടിക്കുവാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിട്ട് ചായ കുടിക്കുവാണ് ട്ടോ ഗൈസ്. വീഡിയോ എടുത്ത് കഴിഞ്ഞ് തണുത്ത വോയിസ് കൊടുക്കുന്ന കാരണം വീഡിയോ എടുക്കുമ്പോഴുള്ള വോയിസ് കിട്ടില്ല, അതുകൊണ്ടാണ് ഗൈസ്. അപ്പം ഗൈസ്, അനിയനും ഓടിക്കളിക്കുവാണ്. എന്നെ തല്ലണമൊക്കെ ഉണ്ട്, വീഡിയോ എന്തിനാ എടുക്കണേന്നും പറഞ്ഞ്. അപ്പം എന്നെ ഉന്തിയൊക്കെ ഇടുവാണ്, ഇനി എന്നെ വീഡിയോ എടുക്കുവാന്നൊക്കെ പറഞ്ഞ്. പക്ഷെ എന്നാലും അവൻ വീഡിയോയിൽ വരും ഗൈസ്, ഞാൻ എന്ത് ചെയ്യാനാണ്. അപ്പം അപ്പം ഞാൻ റെഡിയായി. ഞാനപ്പോൾ ആദ്യമേ പോകുവാണ്. അപ്പം ഇതങ്ങടെ ചക്കിപ്പൂച്ച ഞങ്ങൾക്ക് അവളെ ഇഷ്ടമല്ല. ഞങ്ങൾ കുശുമ്പീനൊക്കെ ഇടയ്ക്ക് വിളിക്കും, കാരണം അവൾക്ക് ഞങ്ങളെ ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഞാൻ എന്നൊക്കെ വിളിച്ചിട്ടും അവൾക്ക് ഒരു മൈൻഡും ഇല്ല കേട്ടോ ഗൈസ്. അപ്പം കണ്ടു. അപ്പം ഞാൻ ചമ്മി മൊയെ ഞാൻ പോകുകയാണ്. ചമ്മിയിട്ട് അണ്ണുത്തവള് വന്നില്ല കേട്ടോ ഗൈസ്. അപ്പം ഞാൻ നേരെ ഗേറ്റ് തുറന്ന് പോകുവാണ്. അവളെന്തായാലും വിളിച്ചിട്ട് കേൾക്കണില്ല. അപ്പം ഞാൻ നേരെ പോവാണ് ഫസ്റ്റ്. ഇനി അവരൊക്കെ ഒരുങ്ങിക്കെട്ടി വരാനൊരു സമയമാകും. അങ്ങനെ അവർ വന്നു. അപ്പോൾ എല്ലാവരും കൂടെ പോകുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു വരിയുണ്ട്, ആ വരിയിൽ കൂടെ പോകുവാണ് ട്ടോ ഗൈസ്. ആ വരിയിൽ കൂടെ ഒക്കെ ഇപ്പം ഭയങ്കര പാടാണ്, കാരണം അപ്പുറത്തെ ഷീറ്റാണ്. പിന്നെ ഒരു ബ്ലോക്ക് കിട്ടി. പിന്നെ ഞങ്ങൾ ഓട്ടോയിൽ കയറി നേരെ പോകുവാണ്. ഞങ്ങളുടെ ചിറ്റയുടെ വീട്ടിലാത്താണ് പോകണം. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണുക. ഞങ്ങൾ നേരെ പോകുകയാണ്. ഇതാണ് വരി. ആദ്യം പോണത് എൻ്റെ ചിറ്റയാണ്. കേക്കൊക്കെ പിടിച്ചവരുടെ ആനിവേഴ്സറിയാണ്. അപ്പോൾ ഇവിടെ ഒരു റെയിൽവേ പാലമുണ്ട്. അപ്പോൾ അവിടെ കൂടെ ട്രെയിനൊക്കെ വരും ഗൈസ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും അറിയായിരുന്നു ചിറ്റക്ക്. അപ്പോഴത്തേക്കും വന്നൊക്കെ ചോദിച്ച് എക്സ്പ്രഷൻ കണ്ടോ ഗൈസ്. ഞങ്ങളിങ്ങനെ ഇരിക്കുവാണ്. ഇതെൻ്റെ ചിറ്റ. പിന്നെ അവരുടെ ഫോട്ടോയാണ്, ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തതാണ് ട്ടോ ഗൈസ്. പനീനൊരു കളിപ്പാട്ടം കിട്ടി, മിഠായിയാണ് ട്ടോ ഗൈസ് ഇത്. പനി അത് വെച്ചൊക്കെ കളിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചിറ്റയോട് പറഞ്ഞ് TV ഒക്കെ വെച്ചിട്ടുണ്ട് ട്ടോ ഗൈസ്. TV വെക്കാൻ പോണേ ഉള്ളു. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ജ്യൂസൊക്കെ എടുക്കുകയാണ്. പിന്നെ അവനൊരു ഫ്രൂട്ട് കൊടുത്തു, ഒരു കുപ്പി ഫുള്ള്. ഞങ്ങൾക്കൊക്കെ ഗ്ലാസ്സിലാണ് ട്ടോ തന്നെ. പിന്നെ ഞങ്ങൾ മാങ്ങയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ബിഗ് ബോസ് വെച്ച് തന്നു. ചിറ്റയും ഇങ്ങനെ ബിഗ് ബോസൊക്കെ കാണും. അപ്പം ഞാൻ അവിടുത്തെ ഒരു കസേര ഇരുന്ന് ബിഗ് ബോസ് കാണുവാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു ചൂടുമില്ല കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു. ഇതാണ് കേക്ക്. അപ്പോൾ ചിറ്റ കേക്ക് മുറിക്കാൻ പോകുവാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുറിച്ചു. ഞങ്ങളല്ല കേട്ടോ, എൻ്റെ ചിറ്റപ്പനും. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റാണ്. പക്ഷേ എനിക്ക് ആ ചോക്ലേറ്റ് ഇരിക്കണത് എനിക്കിഷ്ടമല്ല, അങ്ങനെ തിന്നാൻ. എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവർ വന്ന് മുറിക്കാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം അവർ മുറിക്കുവാണ്. അപ്പം ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ പാടിയിട്ടോ. പക്ഷേ ഹാപ്പി ബർത്ത്ഡേ അല്ല, ഹാപ്പി ആനിവേഴ്സറിയാണ്. അപ്പോൾ അവിടെ ഇരുന്ന റൂമിൽ നിന്ന് നോക്കുന്നത് അമ്മൂമ്മയാണ്. അപ്പോൾ അവർ മുറിച്ച് മുറിച്ചോണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് അവർ മുറിച്ച്. എന്ത് സന്തോഷം നോക്കിക്കേ ഗൈസ്. അപ്പോൾ അവർ മുറിച്ചുകൊണ്ടിരിക്കുവാണ്. മുറിച്ച് അങ്ങോട്ടൊക്കെ കേക്ക് വെച്ച് കൊടുത്തു. പിന്നെ അനിയനും വെച്ച് കൊടുത്തു ഗൈസ്.
അനിയനൊരു എക്സ്പ്രഷനും ഇല്ലാതെ നിൽക്കുവാണ് ഗൈസ്. അനിയന് കേക്ക് ഇഷ്ടപ്പെട്ടോ, പിന്നെ എനിക്കും വായി വെച്ച് തന്നു. അപ്പോഴത്തേക്കും ഞാനെടുത്ത വീഡിയോ നോക്ക് ഗൈസ്. ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഫോൺ കയ്യിരിക്കുന്ന കാര്യമേ മറന്നുപോയി. അപ്പം പിന്നെ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്തപ്പോഴാണ് കാണുന്നത് ഗൈസ് ഇത്. പിന്നെ ഞാൻ അപ്പോൾ തന്നെ ഓഫാക്കുകയും ചെയ്തു. അനിയൻ്റെയൊക്കെ മുഖം കണ്ടു ഗൈസ്, അവൻ്റെ കണ്ണൊക്കെ ഞാൻ എടുത്തു. പിന്നെ ചിറ്റ ബിരിയാണി ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അത് വന്നപ്പോഴത്തേക്കും ഞങ്ങളത് കഴിക്കുവാണ്, ബിഗ് ബോസും കണ്ടുകൊണ്ട്. അപ്പോൾ എനിക്ക് ബിരിയാണി തന്നു പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ വേണം. അപ്പോൾ എനിക്ക് ചിക്കൻ കാലും അച്ചാറൊക്കെ ഇട്ട് തന്നു എനിക്ക്. അപ്പോഴത്തേക്കും ഞാൻ അത് തിന്നുവാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണിക്ക്, അപ്പോൾ സൂപ്പറായിരുന്നു ഗൈസ്. ചിക്കൻ കലൊക്കെ വലിച്ച് പറിക്കാൻ. അപ്പം ഞാനിന്ന് തിന്നുവാണ് ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറ്റേ കയ്യിൽ വീഡിയോ എടുക്കുന്നുണ്ട്. എന്തൊരു കഷ്ടപ്പാട് ഗൈസ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ട്രെയിൻ പോയി. അവിടെ കൂടെ എപ്പോഴും ട്രെയിൻ പോവും. അപ്പോൾ അവിടെ കൂടെ ട്രെയിൻ പോയി. കുറച്ച് നേരം മുമ്പ് വന്ദേ ഭാരത് പോയായിരുന്നു. അപ്പോൾ ഇപ്പോൾ വേറൊരു ട്രെയിൻ പോകുവാണ്. അപ്പോൾ അത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് വീഡിയോ എടുത്ത്, ട്രെയിൻ പോകുന്ന വീഡിയോ ഞാൻ എടുത്തു. അപ്പോഴത്തേക്കും ട്രെയിൻ പോയി കഴിഞ്ഞു ഗൈസ്. പിന്നെ ഞങ്ങൾ ബിഗ് ബോസ് കാണുവാണ്. അതിൽ ഇടി, പിന്നെ ഇതാ പ്രേതത്തിൻ്റെ ഇതാണ് ഗൈസ്. അത് നല്ല കോമഡിയാണ്. അപ്പം ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുവാണ്. പക്ഷേ ചൂടൊന്നുമില്ലായിരുന്നു ഗൈസ്. ഞങ്ങളുടെ വീട്ടിലും കാത്തും കുറച്ച് ചൂടേ ഉണ്ടായിരുന്നുള്ളൂ. അത്ര ചൂട് നമുക്ക് തോന്നിയില്ല, ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അവരവിടെ നിന്ന് ചോറ് കഴിക്കുകയാണ്, അല്ല ബിരിയാണി. എൻ്റെ അമ്മമ്മക്ക് ചോറ് മതിയെന്ന് പറഞ്ഞു, ബിരിയാണി വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇരിക്കുവാണ്. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സെൽഫി സ്റ്റിക്ക് വാങ്ങിച്ചായിരുന്നു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി. അപ്പോൾ അത് കൊറിയയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അഡ്രസ്സാണ് കൊടുത്ത, വീട്ടിലെ അഡ്രസ്സ്. പക്ഷേ എരമല്ലൂരാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അത് അൺബോക്സ് ചെയ്തപ്പോൾ എൻ്റെ അനിയനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ എടുത്ത് വെച്ചതാണ് ഗൈസ് ഇത്. പിന്നെ അവിടെ ഒരു ടേപ്പ് ഉണ്ടായിരുന്നു, അത് പൊട്ടിക്കാൻ പറ്റില്ല, ഞാൻ വലിച്ചു കീറി. അപ്പോൾ ഒരു കത്രിക എടുത്ത് ഞാനത് പൊട്ടിച്ചു. എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് വയ്യ. അപ്പം ഞാൻ ഇതെടുത്തപ്പോഴത്തേക്കും എനിക്ക് സന്തോഷം ഗൈസ്. ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ് ഗൈസ്. അപ്പം നല്ല രസമുണ്ടായിരുന്നു അത് കാണാം. അപ്പം ഞാൻ പൊട്ടിച്ചപ്പോഴത്തേക്കും എനിക്ക് അറിഞ്ഞൂടാ എന്തൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അല്ല, ഞങ്ങൾ സിനിമ കണ്ടിട്ടേ പോകുകയുള്ളൂ. 6 മണിയൊക്കെയാണ് സിനിമ കഴിയുന്നത്. 2:45 സിനിമ തുടങ്ങും. അപ്പോൾ ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങുവാണ്. അപ്പോൾ എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ് ഗേൾസ് സിനിമ കാണാനായിട്ട്. അപ്പം അനിയൻ ചോദിക്കുകയാണ്, അനിയനോട് ചോദിച്ചു ഏതാണ് വഴി, നമ്മളെവിടെ പോകണേന്ന്. അപ്പം അനിയനൊരു ഇതുമില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ആ വഴി ഇവിടെ കൂടെ. അപ്പം ഞാൻ നടന്ന് പോകുകയാണ് ഗേൾസ്. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് കാടാണ് കേട്ടോ ഗൈസ്. കാട് കൊണ്ടൊരു രക്ഷയില്ല ഗൈസ്. അപ്പോൾ കാടിൻ്റെ ഇടയ്ക്ക് ഇവിടെയൊക്കെ ഞങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ലൊരു സീനറി ഉണ്ട്. അപ്പോൾ ഞാൻ 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ നടന്നപ്പോഴത്തേക്കും. അപ്പോൾ ഇവിടെയൊക്കെ കണ്ട ഒരു പാലം പോലെ ഉണ്ട്, അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാൻ, നടക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഞങ്ങൾ നടന്നില്ല. അപ്പുറത്തേക്കെല്ലാം വീണ് പോയാൽ നല്ല രസമായിരിക്കും ഗൈസ്. പാമ്പ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഗൈസ്, പാമ്പൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറിയില്ല, ഞങ്ങൾ കയറിയിരുന്നേനെ ഗൈസ്. അപ്പോൾ ഗൈസ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇതാ ഓട്ടോ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ കയറി. ആ ചേട്ടനോട് പറഞ്ഞു സാനിയ തിയേറ്ററിൽ വരെ പോകണമെന്ന്. അപ്പം ആ ചേട്ടൻ പറഞ്ഞ് ആ കൊണ്ടേ വിടാണ്. അങ്ങനെ ഞങ്ങൾ പോകുവാണ്. അപ്പോൾ ഇത് അശോകക്കാരുടെ പണി നടക്കുകയാണ് ഗൈസ് റോട്ടിൽ. അപ്പോൾ വലിയ പാലമൊക്കെ ഉണ്ട്. നിന്നെ ഇതെങ്ങാലും മറിഞ്ഞടങ്ങി തലയിൽ വീണ് നല്ല ഷോരായിരിക്കും ഗൈസ്. അപ്പോൾ ഞങ്ങളവിടെ എത്തി. ഞങ്ങൾ ടിക്കറ്റൊക്കെ കൊടുത്ത് കയറാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്, ആവേശം കാണാൻ വേണ്ടി. അപ്പം ഞങ്ങൾ അവിടെ കയറി, പിന്നെ സീറ്റിലിരുന്നു. ആവേശം വന്നു, ഞങ്ങൾ ആവേശം കണ്ടു.
അവിടെ വെച്ച് ഫോൺ സ്വിച്ച് ഓഫായി പോയായിരുന്നു. അതുകൊണ്ട് അപ്പം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ആ ചിക്കൻ കറി, ഇച്ചിരി ബിരിയാണി, പൊറോട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി ഞങ്ങൾ തിന്നു. ഞങ്ങൾ ചോറൊന്നും തിന്നില്ല. അപ്പോൾ അതും കൂട്ടി തിന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.